അർജന്റീന ടീം കേരളത്തിലെത്തിയാൽ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന് പ്രഥമ പരിഗണന നൽകുന്നതിൽ BCCIക്ക് എതിർപ്പ്. ഫുട്ബോൾ മത്സരം നടത്തിയാൽ വനിതാ ഏകദിന ലോകകപ്പ് വേദിയാക്കില്ല എന്ന മുന്നറിയിപ്പ് നൽകി. കൊച്ചി സ്റ്റേഡിയത്തിൽ മത്സരം നടത്തുന്നതിൽ സാങ്കേതിക തടസ്സവുമുണ്ട്. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നിതിൻ, ഈ അർജന്റീന ടീം വരികയാണെങ്കിൽ രണ്ട് ഓപ്ഷൻസാണ് നമ്മുടെ മുന്നിലുള്ളത് എന്നാണ് മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്ന് കലൂരാണ്, അതുപോലെ തന്നെ മറ്റൊന്ന് ഗ്രീൻഫീൽഡ്. പക്ഷേ കലൂരിന്റെ കാര്യം നമുക്കറിയാം, പിന്നെയുള്ളത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയമാണ്. പക്ഷേ വിട്ടു നൽകാൻ കഴിയില്ല എന്നാണല്ലോ BCCI പറയുന്നത്. തീർച്ചയായും കഴിഞ്ഞ ദിവസം മന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇപ്പോഴും അദ്ദേഹം പറയുന്നത് പ്രഥമ പരിഗണന ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിനാണ് എന്നാണ്. പക്ഷേ അദ്ദേഹത്തിനോട് ഈ ക്രിക്കറ്റ് സ്റ്റേഡിയം ഫുട്ബോളിനായി വിട്ടുതരുമോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാം സർക്കാരിന്റെ ഗ്രൗണ്ടല്ലേ എന്നാണ് അദ്ദേഹം അന്ന് മറുപടി പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത്. പക്ഷേ അത് അങ്ങനെയല്ല എന്നാണ് ഇപ്പോൾ BCCIയുടെ പ്രതികരണത്തിൽ നിന്നും പുറത്തു വരുന്നത്. അതായത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് വനിതാ ഏകദിന ലോകകപ്പ് നടക്കുന്നത്. 3 മത്സരങ്ങളോ അതിൽ കൂടുതൽ മത്സരങ്ങളോ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടത്താമെന്ന BCCIയുടെ കഴിഞ്ഞ മാസം ചേർന്ന എപെക്സ് കൗൺസിൽ യോഗത്തിൽ തീരുമാനമായിട്ടുമുണ്ട്. അപ്പോൾ ഇനി ഈ ഫുട്ബോൾ മത്സരത്തിനായി നിലവിൽ ഇത് മാറ്റുക എന്നത് അപ്രായോഗികമാണെന്നാണ് BCCI പറയുന്നത്. നിലവിൽ 8 പിച്ചുകൾ അവിടെ KCA സജ്ജമാക്കി കഴിഞ്ഞു ഈ വനിതാ ലോകകപ്പിനായി പരിശീലനത്തിനും മറ്റുമായി. ഒപ്പം തന്നെ KCA സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്ത് ഫ്ലഡ് ലൈറ്റുകൾ അടക്കം അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഒരു ഫുട്ബോൾ പിച്ചാക്കി അതിനെ മാറ്റുക? ഈ ഫുട്ബോൾ പിച്ചാക്കി അതിനെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് തിരികെ ക്രിക്കറ്റ് പിച്ച് നിർമ്മിക്കാൻ വളരെയധികം സമയമെടുക്കും. ഒപ്പം തന്നെ ജനുവരിയിൽ അന്താരാഷ്ട്ര 2020 മത്സരങ്ങൾ കൂടി BCCI ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന് അനുവദിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഫുട്ബോൾ മത്സരങ്ങൾ നടത്തിയാൽ ഈ ലോകകപ്പ് നഷ്ടപ്പെടും. ഒപ്പം തന്നെ ജനുവരിയിൽ നടക്കേണ്ട അന്താരാഷ്ട്ര മത്സരങ്ങളും നഷ്ടപ്പെടും. അങ്ങനെ വന്നാൽ BCCIയുടെ സ്റ്റേഡിയം ലിസ്റ്റുകളിൽ നിന്നും ഗ്രീൻഫീൽഡ് തീർച്ചയായും മാറും. ഇതുവരെ ഒരു ICC ടൂർണമെന്റുകളിലും ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേദിയായിട്ടില്ല. നേരത്തെ 6 അന്താരാഷ്ട്ര മത്സരങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഒരു ICC ടൂർണമെന്റിന് വേദിയാവുക എന്ന ഗ്രീൻഫീൽഡിന്റെ അല്ലെങ്കിൽ ഒരു ICC ടൂർണമെന്റിന് വേദി ഒരുക്കുക എന്ന KCAയുടെ സ്വപ്നമാണ് വനിതാ ലോകകപ്പിലൂടെ നടക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഫുട്ബോൾ മത്സരം നടത്താൻ തീരുമാനിക്കുകയാണെങ്കിൽ ഈ മത്സരങ്ങളൊക്കെ നഷ്ടപ്പെടും. അതിന്റെ കൂടെ തന്നെ ഇനി ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ മത്സരം നടത്തണമോ എന്ന കാര്യത്തിൽ കൂടി BCCI ഒരു പുനർവിചിന്തനം നടത്തും. കല്ലൂർ സ്റ്റേഡിയത്തിന്റെ കാര്യവും അതുപോലെ തന്നെയാണ്. വലിയ സുരക്ഷാ വീഴ്ചകളുണ്ട്. 30,000-ലധികം കാണികളെ അനുവദിക്കില്ല. ഒരേ വഴിയിലൂടെ കാണികൾ വരുന്നതും പോകുന്നതും പ്രശ്നമാണ്. ഈ ചുറ്റും കടകൾ പ്രവർത്തിക്കുന്നത് ഫിഫയുടെ റൂളുകൾക്ക്, ഫിഫ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇത്തവണ ഈ ക്ലബ്ബ് ലൈസൻസ് നഷ്ടപ്പെടാനുള്ള കാര്യം. എന്തായാലും നിലവിൽ ഇപ്പോൾ പ്രഥമ പരിഗണനയിലുള്ളത് തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം തന്നെയാണ്. പക്ഷേ അത് വനിതാ ലോകകപ്പൊക്കെ നടക്കാനിരിക്കുന്നത് കൊണ്ട് BCCIക്ക് വലിയ അതൃപ്തിയാണ് വിഷയത്തിലുള്ളത്. നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകിയത്.